എല്ലാവർക്കും നമസ്കാരം. ഇത് ഞങ്ങൾ മാന്നാറിനെ പറ്റി അറിയാമല്ലോ. അതായത് ഓട്ടുപാത്ര നിർമ്മാണത്തിലെ കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധിയുള്ള സ്ഥലമാണ് മാന്നാർ. ഇവിടെ നിന്നാണ് മിക്ക അമ്പലങ്ങളിലേക്കും മറ്റ് ദേവാലയങ്ങളിലേക്കുള്ള ഓരോ പ്രതിമകളുമൊക്കെ ഇവിടെ നിന്നാണ് ആൾക്കാർ ഓർഡർ കൊടുത്ത് ഇവിടെ നിന്നാണ് നിർമ്മിച്ച് കൊണ്ടുപോകുന്നത്. ഇത് പരമ്പരാഗതമായിട്ട് ഇത് ചെയ്യുന്ന ആൾക്കാരൊക്കെയുള്ള തൊഴിലാളികളൊക്കെയുള്ള സ്ഥലമാണ് മാന്നാർ. അവിടുത്തെ ഈ വിഗ്രഹ നിർമ്മാണ ഒരു യൂണിറ്റിലെ അവരുടെ ആലയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇത് മാന്നാർ കുട്ടിക്കാട് ആലക്കൽ എന്ന് പറഞ്ഞ വീട്ടുപേരുള്ള സ്ഥലമാണ് ഇത്. അപ്പം ഇവിടെ നമ്മൾ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. മണ്ണൊക്കെ കുഴിച്ചൊക്കെ ചെളി കൊണ്ട് വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ്. നമുക്കിതിനെക്കുറിച്ചൊന്ന് കൂടുതലായിട്ട് അറിയാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട അമ്പലമൊക്കെ ഉണ്ട് ഇവിടെ. നമുക്കതൊക്കെ ഒന്ന് കാണാം. അദ്ദേഹത്തിൻ്റെയാണ് ഈ സ്ഥാപനം. രതീഷ് എന്നാണ് പേര്. അദ്ദേഹം ഈ സ്ഥാപനത്തെക്കുറിച്ച് കൂടുതൽ നമ്മളോട് സംസാരിക്കും. നമസ്കാരം. എൻ്റെ പേര് രതീഷ്. ഇത് ഞങ്ങൾ പാരമ്പര്യമായിട്ട് പണ്ട് മുതൽ ചെയ്തു വരുന്ന പുൽത്തൊഴിൽ പോലെ അപ്പനപ്പൂവന്മാർ പോലെ ഉള്ളതാണ്. നേരത്തെ മണി വാർപ്പ് അങ്ങനെയുള്ള വെങ്കലത്തിലുള്ള ജോലികളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഞാനിപ്പം ഈ വിഗ്രഹങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് അങ്ങനെ ചെയ്തു മുമ്പോട്ട് പോകുന്നു. ഇതിപ്പം പഴയ രീതിയിൽ പണ്ടത്തെ ആ ഒരു തന്നെ മണ്ണിനകത്തുള്ള വർക്കുകളാണ് നമ്മളിപ്പോഴും ചെയ്യുന്നത്. മോൾഡ് ഉണ്ടാക്കി വാർത്ത് ഫിനിഷ് ചെയ്തെടുക്കുന്നു. അതിൻ്റെ ഓരോ ഘട്ടങ്ങളാണ് ഈ കാണുന്നത്. ആദ്യം മെഴുകിലുണ്ടാക്കുന്നു, വാക്സിൽ ചെയ്തിട്ട് പിന്നെ അതിനെ നമ്മൾ മണ്ണ് കൊണ്ട് അതിൻ്റെ മോൾഡാക്കി പിന്നെ ചൂളയെ വെച്ച് പഴുപ്പിച്ച് വാക്സ് തിരിച്ചെടുത്തിട്ട് അതിനകത്ത് തിരിച്ച് ലോഹം ഉരുക്കി ഒഴിച്ച് വാർത്തെടുക്കുന്നു. അത് കഴിഞ്ഞ് പോളിഷാക്കി എടുക്കുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ ചുരുക്കത്തിൽ പറഞ്ഞുള്ളൊരു പണിയുടെ രീതി. എന്തെല്ലാം വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ? നമ്മൾ എന്ത് വേണമെങ്കിലും ചെയ്യും, അങ്ങനൊന്നുമില്ല. അതിപ്പം ആളുടെ സ്റ്റാച്ചുകളുണ്ട്, പിന്നെ അല്ലാതെ ദേവീദേവന്മാരുടെ അല്ലാതെയുള്ള അലങ്കാരങ്ങളായിട്ടുള്ള വസ്തുക്കൾ, അങ്ങനെ എന്തും ഓടിൽ നമുക്ക് വാർക്കാൻ പറ്റുന്നത് ചെയ്യാറുണ്ട്. അത് അതിനകത്ത് വാക്സ് ഉലയിൽ വെച്ച് നമ്മൾ പഴുപ്പിച്ച് ഉരുക്കിയെടുക്കുകയാണ്. അപ്പോൾ ആ വാക്സ് എടുത്തിട്ടാണ് വാക്സ് ഉരുക്കുകയാണ്. അത് ഉരുക്കിയത് നമ്മൾ കുറേശ്ശെ കൈകൊണ്ടെടുത്ത് അതിൻ്റെ ഷേപ്പിൽ ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ ആറി വരുമ്പോൾ നമ്മളെടുക്കും. എടുത്തിട്ടാണ് നമ്മൾ ഓരോ രൂപങ്ങളായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ ഓരോ രൂപം ഉണ്ടാക്കും അല്ലേ? അതെ. ഇത് വാക്സാണ്. വാക്സ് ഉരുക്കി എടുത്തേക്കുന്നതാണ്. കണ്ടോ, ഇത് ആറ് കഴിയുമ്പോൾ ഇതുകൊണ്ട് ആണ് ഈ വിഗ്രഹങ്ങൾ ഓരോ സ്റ്റാച്ചു ഒക്കെ ഉണ്ടാക്കുന്നത്. പല ദേവി ദേവന്മാരുടെ അല്ലാതെ എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്? അല്ലാതെ നമ്മൾ ആളുകളുടെ സ്റ്റാച്യൂസ്, മഹാന്മാരുടെ സ്റ്റാച്യൂസ്, ഗാന്ധിജി അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമ്മളിത് വിൽക്കുവാണോ? ഇതിവിടെ നമുക്ക് വരുന്നതെല്ലാം ഓർഡർ അനുസരിച്ചാണ് ഞങ്ങൾക്ക് ഇവിടെ വരുന്നത്. അപ്പോൾ അതനുസരിച്ചുള്ള ഓർഡറിൻ്റെ വർക്കുകളാണ് നമ്മളിവിടെ എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഈ മേഖലയിലോട്ട് ഒരുപാട് വർക്കുകൾ വരുന്നുണ്ടെങ്കിലും, കൈകൊണ്ട് ചെയ്യുന്ന വർക്കുകളിന് ഒരുപാട് ഡിമാൻഡ് ഉണ്ടെങ്കിലും പുതിയതായിട്ട് ആരും വരുന്നില്ല. അതിൻ്റെ ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഒരുപാട് ജോലി ഉള്ളൊരു സാധ്യതയുള്ള മേഖലയുമാണ്. അല്ലാതെ ഇപ്പൊ എല്ലാവരും ഈ മെഷീൻ കൊണ്ടൊക്കെ ഓരോന്നുണ്ടാക്കി അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ പരമ്പരാഗതമായ രീതിയിലൊന്നും ചെയ്യുന്നതൊക്കെ വളരെ ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതലും കൈകൊണ്ട് തന്നെ ചെയ്താണ് കൂടുതലും പോകാറ്. പ്രതിഷ്ഠ പോലുള്ള സാധനങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളത് കൈകൊണ്ട് തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ആൾക്കാരൊക്കെ വരാറില്ല. പുരാവസ്തുക്കാർ വരാറുണ്ട്. ഒരുപാട് പഴയ രീതിയിലുള്ള വർക്കുകൾ അങ്ങനെ അവർ ചെയ്തുകൊണ്ട് പോകാറുണ്ട്. അപ്പുറത്തുണ്ട്, അവിടെയാണ് വാർക്കയുടെ അഷ്ടദിക്പാലകര് മണ്ണ് കൊടിമരത്തിന്റെ അതിനെ ഇത് അതിന്റെ ഇത് ലാസ്റ്റ് രൂപമാണോ? ഇങ്ങനാണോ വരുന്നത് അതോ ഇത് ആദ്യത്തെ രൂപമാണ്? വാർത്ത് വരുമ്പോൾ ഇതേപോലെ തന്നെ ഓടിൽ വരും.
ശരി. അപ്പൊ ഇത് ഇതിപ്പം മെഴുകില് നമ്മൾ ചെയ്തെടുത്തേക്കുന്ന സംഭവം. മെഴുകില്ല. അതുകൊണ്ട് മെഴുകിൽ ഉണ്ടാക്കി എടുത്തിരിക്കുന്ന കേട്ടോ, ഇത് കൈ കൊണ്ട് ഉണ്ടാക്കി എടുത്തിരിക്കുന്ന. ഇത് ശ്രീനാരായണ ഗുരുദേവന്റെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ സെറ്റ് കണ്ടോ, ചെയ്ത് ഇതിങ്ങനെ സെറ്റ് ചെയ്യും. ഓക്കെ, പണി നടക്കുന്നേ ഉള്ളൂ. ഇതൊക്കെ അല്ലാതെ നമ്മളിങ്ങനെ കാണുമ്പോൾ ഇതിന്റെ പുറകെ ഇത്രയും കഷ്ടപ്പാടുണ്ടെന്ന് എല്ലാം അറിയുന്നുണ്ട് അല്ലേ? ഇതൊക്കെ എന്ത് വലിയ കലാകാരന്മാർ കൈകൊണ്ടൊക്കെ ചെയ്യും. ഒരെണ്ണം ഉണ്ടാക്കുന്ന ഡീറ്റെയിൽസ് അപ്പൊ ഇതെല്ലാം അല്ലേ? ശരി. ഇത് ഒരെണ്ണം ഉണ്ടാക്കാൻ എത്ര സമയം എടുക്കും? ഇത് ഒരെണ്ണം നമ്മൾ ഒരു പീസ് നമ്മൾ ചെയ്യുന്ന 1 ദിവസത്തെ ടൈം എടുക്കുന്നുണ്ട്. പിന്നെ അത് ഇതെല്ലാം തീർന്നു കഴിഞ്ഞ് മണ്ണിനകത്താക്കി ഇതിന്റെ എല്ലാ കാര്യങ്ങളും കൂടെ കഴിയുമ്പോൾ എത്ര ദിവസം? അത് എങ്ങനെയായാലും 2 ആഴ്ചക്കുള്ളിൽ എടുക്കും. ഇതിപ്പോ നമ്മള് ഓർഡർ അനുസരിച്ച് ഉണ്ടാക്കുവാണോ? അതെ. അവിടെ വാർക്കുന്ന അതെ, അതുപോലുള്ളൊരു നമ്മുടെ മോൾഡ് മണ്ണിനകത്ത് കവർ ചെയ്തതാണ്. ഇനിയുണ്ട്. ഇനി അത് നമ്മൾ ചൂളയെ കയറ്റി പഴിപ്പിക്കും. ഇവിടെ ഇതുപോലുള്ള ഈ അമ്പലത്തിലെ പ്രഭ എന്നുള്ള സാധനമാണ്. അത് ഇതുപോലെ മോൾഡാക്കി വെച്ചേക്കുക. ഇനി ഇത് നമ്മളിവിടെ ചൂളയിലോട്ട് കയറ്റാൻ പോവുക. ഈ ചൂളയിലോട്ട് കയറ്റി ഇവിടെ വെച്ചാണ് വാർക്കുന്നത്, പഴിപ്പിക്കുന്നത്. അവിടെ ഫർണസ് പോലത്തെ ആ ചെറിയ കോവ, അതിനകത്താണ് പോയത്. അമ്പലത്തിലെ പ്രഭ. അതെ, പ്രഭ. ഇതിനകത്താണ് നമ്മൾ ഈ ഫർണസിനകത്താണ് മെറ്റൽ ഉരുക്കുന്നത്. ഇതിനകത്താണ് ഉരുക്കിയെടുക്കുന്നത്. ഇത് ഈ ഒലയിൽ കരിയിട്ട്, മരക്കരിയിട്ട് ഉരുക്കിയെടുക്കും ഒലയിൽ. എന്നിട്ട് നമ്മൾ കൊടിലുകൊണ്ട് പൊക്കിയെടുത്ത് അവിടെ കൊണ്ടുപോയി ഈ ചൂളയിൽ നിന്ന് എടുത്ത് മണ്ണിനകത്ത് കുഴിച്ചിടുക, മോൾഡ്. എന്നിട്ട് അതിനകത്തോട്ട് ഉരുക്കി ഒഴിക്കും. എന്നിട്ട് പിറ്റേ ദിവസം മണ്ണിൽ പിടിച്ച് പിന്നെ നമ്മൾ ഫിനിഷ് ചെയ്യുന്ന പണിയിലോട്ട് ഒന്ന് പോളിഷ് ചെയ്തെടുക്കുന്നു. അതാണ് ഈ സാധനം, ആർച്ച് പോലത്തെ. ഭഗവാന്റെ പുറം നമ്മൾ പ്രഭ കാണത്തില്ലേ, അതൊക്കെയാണിത്, ആർച്ച് പോലെ. ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഹോൾഡ് ചെയ്തൊക്കെ എടുക്കും. എന്നിട്ട് ഇത് അമ്പലങ്ങളിലേക്ക് ഇപ്പൊ പറഞ്ഞിട്ടുണ്ടോ? ഇതെല്ലാം ഓർഡറാണ്. ഓർഡറാണ്. എല്ലാം ഓർഡർ കിട്ടിയേക്കുന്ന സാധനങ്ങളായിരുന്നു ഉണ്ടാക്കുന്നത്. ഇതിപ്പോ ഏത് അമ്പലത്തിലേക്ക് കൊടുക്കാനാ? ഇത് ഒരു തുറവൂർ ക്ഷേത്രത്തിലേക്ക്, അതിനടുത്തത് തുറവൂർ ക്ഷേത്രത്തിലേക്കുള്ള ഓർഡറാണ് കിട്ടിയേക്കുന്നത്. അതുകൊണ്ട് ചെയ്യുന്ന ഇതല്ല. ഇതിപ്പോ ഈ മണ്ണെന്ന് പറയുന്നത് എന്ത് മണ്ണ് ക്ലേയും പിന്നെ ഇതിൻ്റെ തന്നെ ഈ മോൾഡ് പൊട്ടിക്കുന്നത്. അത് പൊട്ടിച്ച് അതിൻ്റെ കൂട്ടത്തിൽ ചാക്കൂടെ അറിഞ്ഞ് ചേർത്താണ് മണ്ണ് റെഡിയാക്കി എടുക്കുന്നത്. ഇതിട്ട് നമ്മൾ കാലിട്ടാണോ കുഴക്കുന്നത്? ചവിട്ടി കുഴക്കും. നമ്മൾ പണ്ടൊക്കെ കാണുന്ന അല്ലേ, ഇപ്പൊ ഇതൊക്കെ എല്ലാം കാണാനൊക്കെ അപൂർവമാണ്. ഇതിനൊക്കെ ഇറക്കിയിട്ടിരിക്കുന്ന കല്ലൊക്കെ അത് ഇഷ്ടിക, അത് സൈഡിൽ ഇങ്ങനെ ചൂള കൂട്ടാൻ ഇതിങ്ങനെ വെച്ചിട്ട് സൈഡിൽ ഇങ്ങനെ മറച്ചിട്ട് അകത്ത് കംപ്ലീറ്റ് മറച്ചിട്ട് അതിനടിയിൽ കൂടെ തീ കൊടുക്കും. അതിന് വേണ്ടിയാണ്.
ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പൊ അവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആ, ക്ഷേത്രത്തിന്റെ പറ്റി ഒന്ന് പറയാമോ? അതെ, ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സമുദായത്തിന്റെ ക്ഷേത്രമാണ്. അമ്മങ്കോൽ മുത്താരം മാരിയമ്മയാണ് ഞങ്ങളുടെ ദേവി. അപ്പം ഇത് വന്നേക്കെന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ പുരട്ടി വലിയ ക്ഷേത്രം ഉണ്ടല്ലോ, ആ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ജോലി അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടി അന്നത്തെ കാലഘട്ടത്തിൽ രാജാക്കന്മാർ കൊണ്ടുവന്നാണ് പറയപ്പെടുന്നത്. ആ, അപ്പം അങ്ങനെ വന്ന് ഇവിടെ ആയതാണ്. അപ്പം അതിന് അവിടെ ഒരു റോഡിലൊരു അമ്മങ്കോലുണ്ട്, ആ, ഒരു മുത്താരമ്മൻ ദേവി ദേവീക്ഷേത്രമുണ്ട്. അവിടാണ്, അതാണ് മെയിൻ. അത് ആദ്യം അവിടെയായിരുന്നു. ആ, അപ്പം അത് ഈ ഇവർ അവരുടെ കുലദേവതയെ തൊഴാൻ വേണ്ടി അവിടെ നിർമ്മിച്ചതാണ്. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് ഞങ്ങൾ കുറേ ആൾക്കാർ മലപ്പുറം ഇങ്ങോട്ട് അവിടുന്ന് മാറ്റി ഇത് പ്രതിഷ്ഠ വിളക്ക് കത്തിച്ച് ഇങ്ങനെ ഇവിടെ ആരാധിക്കുന്നു. ഇതെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ആൾക്കാരുണ്ട്, അവരാണ് ഇതിൻ്റെ. ഭദ്രകാളിയാണ് പ്രതിഷ്ഠ അല്ലേ? ഭദ്രയുടെ ഒരു ഇതാണ്, മാരിയമ്മ എന്നാണ് പറയുന്നത്. അത് തമിഴ് അത് തമിഴ് രീതിയിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെയാണ്. മഞ്ഞൾ നീരാട്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ആ, മഞ്ഞൾ നീരാട്ട് മറ്റേ ദേവി മുത്താരമ്മൻ അവിടെയുണ്ട്. അവിടെയുണ്ട്. ഉണ്ട്. ശരി. ശരി എന്നാൽ. നമ്മുടെ മാന്നാർ പുരട്ടിക്കാട് സ്ഥലത്തുള്ളതാണ് ഈ ഊട്ടുപാത്രങ്ങളൊക്കെ ഉണ്ടാക്കത്തില്ലേ, അതിന് പ്രശസ്തിയായിട്ടുള്ള ഒരു സ്ഥലമാണ്. ആലക്കൽ നിന്നാണ് ഇതിൻ്റെ പേര്. പിന്നെ ഇവിടെ ആണെങ്കിൽ ഈ കളിമണ്ണ് കൊണ്ട് ഒക്കെ പണ്ടത്തെ പോലെ കാലുകൊണ്ടിട്ട് കുഴച്ച് അങ്ങനെയൊക്കെ പ്രതിഭകൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് കേട്ടറിഞ്ഞിട്ടൊക്കെ വന്നതാണ്. അതാണ് അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട അമ്പലമാണിത്. അവരുടെ ഒരു ആരാധനാമൂർത്തിയാണ് ഇവിടെ. ആ, ഇവിടെ ആരാധനാമൂർത്തി മാരിയമ്മയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അപ്പം അതുകൊണ്ട് അത് ഒന്ന് കാണാനും നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താനും ഒക്കെ ആയിട്ട്